Hello friends, welcome to our channel Nathoonz Tips and Stitching. ഇന്നൊരു സ്നാക്കിൻ്റെ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. കൊക്കുവട എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല അടിപൊളി കൊക്കുവട എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ കാണാം. അപ്പോൾ ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ കൊക്കുവട ഉണ്ടാക്കാനായിട്ട് ഒരു കപ്പ് കടലമാവും ഒരു കപ്പ് അരിപ്പൊടിയാണ് നമ്മളിതിന് വേണ്ടി എടുത്ത് വെക്കണത്. ഈ കപ്പ് കൊണ്ടാണ് നമ്മൾ ഒരു കപ്പ് കടലമാവും ഒരു കപ്പ് അരിപ്പൊടിയും ഒരു നുള്ള് ഉപ്പ് ആവശ്യത്തിന് കേട്ടോ. ഒരു നുള്ളെന്ന് വെച്ചാൽ അതിനാവശ്യത്തിനുള്ള ഉപ്പ് എടുത്തിട്ടുണ്ട്. കുറച്ച് നല്ലൊരു കളറൊക്കെ കിട്ടാൻ നമ്മളൊരു മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഒരു സ്പൂണ് കാശ്മീരി പൗഡർ എടുക്കുന്നുണ്ട് കേട്ടോ. ആ പൊടി ഒരു സ്പൂണ് മുളക് പൊടി ഇട്ടിട്ട് കളർ കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ എൽജീര കായം നമ്മൾ അതിനൊരു ഫ്ലേവറിന് വേണ്ടി കുറച്ച് കായം പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് പാകത്തിന് വെള്ളം ചേർത്ത് അതിങ്ങനെ നല്ല ആകെ ഒന്ന് മിക്സാക്കുക. നന്നായി ഈ കായം പൊടിയും മുളക് പൊടിയും ഉപ്പ് പൊടിയൊക്കെ ഒന്ന് അതിൽ ചേരാൻ വേണ്ടിയിട്ട് നന്നായി ഒന്ന് മിക്സാക്കുക. മിക്സാക്കിയതിന് ശേഷം പൊടി നന്നായി മിക്സായതിന് ശേഷം നമ്മൾ കുറച്ച് ചുവന്നുള്ളി, കുറച്ച് വെളുത്തുള്ളി, അതായത് 4 അല്ലി വെളുത്തുള്ളി, ഒരു 4 അല്ലി ചുവന്നുള്ളി, ഒരു കുഞ്ഞൊരു കഷ്ണം ഇഞ്ചിയും കൂടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മുടെ മിക്സിയുടെ ജാറിൽ നന്നായി ഒന്ന് അരച്ചെടുക്കുക. അരച്ചത് നമ്മൾ ഒരു അരിപ്പ വെച്ചിട്ട് അരിച്ചിട്ട് വേണം അതിൻ്റെ നീര് നമ്മുടെ മാവിലേക്ക് ഒഴിക്കാനായിട്ട്, നമ്മുടെ മിക്സ് ചെയ്ത മാവിലേക്ക്. കാരണം അതിൻ്റെ എന്തെങ്കിലും തരി തടഞ്ഞാൽ നമ്മുടെ ആ കൊക്കുവട ഉണ്ടാക്കുന്ന അച്ചിൽ തടഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കൊക്കുവട ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് നീര് മാത്രം ഒഴിക്കാൻ പാടുള്ളൂ കേട്ടോ. നമ്മൾ ചുവന്നുള്ളിയിൽ നീര് ഒഴിക്കുന്നത് വെച്ചൊരു നമ്മുടെ കൊക്കുവട നല്ല തകർച്ച കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ചുവന്നുള്ളിയുടെ നീര് ഒഴിക്കുന്നത്. അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ കൊക്കുവട നല്ല ഇങ്ങനെ എന്ന് പറയുക നല്ല ഇതായിട്ടുള്ള ഒരു കൊക്കുവട നമുക്ക് കിട്ടും. അപ്പോൾ അത് നല്ല തകർച്ചയ്ക്ക് വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചുവന്നുള്ളി ഒഴിക്കുന്നത്. നന്നായി മിക്സാക്കിയതിന് ശേഷം നമുക്കൊന്ന് കൈ വെച്ചൊന്ന് കുഴയ്ക്കാം. അപ്പോൾ കൈ കൊണ്ട് കുഴച്ചാലാണ് അതിൻ്റെ കുഴ ശരിയാവുള്ളൂ. സ്പൂൺ കൊണ്ട് കുഴച്ചാൽ ശരിയാവില്ല. കൈ വെച്ച് നന്നായി കുഴച്ച് നല്ല ടൈറ്റാക്കാണ്ട് ഒരുവിധം ലൂസാവണ പോലെ മാവ് ഇങ്ങനെ അങ്ങനെ സ്മൂത്ത് ആവണ പോലെ മാവ് നമുക്ക് നന്നായി കൈ കൊണ്ട് നന്നായി കുഴയ്ക്കാം. കൈ വെച്ച് കുഴയ്ക്കാം നന്നായിട്ട്. കുഴ നന്നായാലാണ് നമ്മുടെ കൊക്കുവട ടേസ്റ്റ് ആവുള്ളൂ ഉണ്ടോ. അപ്പോൾ ഇതേപോലെ നല്ല പഞ്ഞി പോലെ ഇരിക്കണം, തൊടുമ്പോൾ നല്ല സ്മൂത്തായിട്ട്. അപ്പോൾ നല്ല പദമായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ആ അച്ചിൻ്റെ ഉള്ളിൽ കുറച്ച് ഓയിലൊക്കെ നന്നായി തടവണം. നന്നായി തടവിയിട്ട് വേണം അച്ചിൻ്റെ ഉള്ളിലും ആ അച്ചുമ്മലും നമ്മൾ നന്നായി ഓയിൽ തടവണം. ഓയിൽ തടവിയതിന് ശേഷം നമ്മൾ നൂലപ്പത്തിൻ്റെ അച്ചിലാണ് സേവനാഴിയ, അതിൽ നന്നായി ടൈറ്റാക്കിയതിന് ശേഷം നമ്മുടെ ഓയിൽ അടുപ്പുമ്പോൾ വെച്ചിട്ടുണ്ട്. നമ്മൾ സൺഫ്ലവർ ഓയിലാണ് എടുത്ത് നോക്കണേ. അപ്പോൾ ആ ഓയിൽ ചൂടായി നോക്കാം. നമ്മൾ തരി മാവ് ഇട്ടുണ്ട്, അതിലൊരു തുണ്ട് മാവ് ഇട്ടുണ്ട്. ആ മാവ് പൊന്തിയപ്പോൾ അത് ചൂടായിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കുറച്ച് കറിവേപ്പില അതിലേക്ക് വറുത്തെടുത്ത് വയ്ക്കാം. ആദ്യം തന്നെ കറിവേപ്പില വറുത്തെടുത്ത് വയ്ക്കാം. നമ്മുടെ കൊക്കുവടയിൽ ഇടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കറിവേപ്പില വറുത്തെടുത്ത് വയ്ക്കുന്നത്. അപ്പോൾ കറിവേപ്പില നന്നായി മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കൊക്കുവട വറുത്തിടുന്ന പാത്രത്തിലേക്ക് നമുക്ക് കറിവേപ്പില വറുത്തിടാം. എന്നിട്ട് നമ്മുടെ കൊക്കുവട നമുക്ക് ഇങ്ങനെ തിരിച്ച് ഉണ്ടാക്കിയിടാം. വട്ടം ചുറ്റിയിടാം. ഒരു വട്ടം ചുറ്റിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് കൊക്കുവടയുടെ അത് മൊരിഞ്ഞതിന് ശേഷം നമുക്ക് അടർത്തിയിട്ടാൽ മതി. നമുക്ക് നമ്മുടെ കൊക്കുവട ഇങ്ങനെ ചുറ്റിയിടാം. കൊക്കുവട കുട്ടികൾക്കൊക്കെ തിന്നാനും മുതിർന്നവർക്കൊക്കെ തിന്നാൻ 4 മണി പലഹാരമായിട്ട് 4 മണിക്ക് ചായ കുടിക്കുമ്പോൾ കഴിക്കാനൊരു അടിപൊളി പലഹാരമാണ് കൊക്കുവട. വെറുതെ സമയം ലോക്ക്ഡൗണൊക്കെ ആയിട്ട് വെറുതെ ഇരിക്കുകയല്ലേ, അപ്പോൾ കഴിക്കാൻ പറ്റിയതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ കൊക്കുവടേനെ പെട്ടെന്ന് മറിച്ചിടരുത്. ഒന്ന് മുരിഞ്ഞതിന് ശേഷം മറിച്ചിടാൻ പാടുള്ളൂ. പെട്ടെന്ന് മറിച്ചിട്ട് അത് ഒട്ടിപ്പിടിക്കും, ശരിക്കും നമുക്ക് കിട്ടില്ല. അപ്പോൾ നമുക്കിത് ഒന്ന് മറിച്ചിടാം, തിരിച്ചിട്ടിട്ട് ഒന്ന് നന്നായി മുരിഞ്ഞതിന് ശേഷം നമുക്കത് പാത്രത്തിലേക്ക് കോരിയിടാം. ഇപ്പോൾ നമ്മുടെ കൊക്കുവട ഇവിടെ മുരിച്ചിലായിട്ടുണ്ട്.
വലിയ ചട്ടി വെച്ച് അധികം ഓയിൽ ഒഴിക്കാൻ നമുക്ക് കുറേ ചിറ്റി ഇടാം കേട്ടോ. ഞാനിങ്ങളിപ്പോൾ അധികമൊന്നും ഉണ്ടാക്കുന്നില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് ചെറിയ ചട്ടിയാണ് വെച്ചേക്കണം. അപ്പോൾ നമ്മുടെ കൊക്കുവട ഇവിടെ പാകമായിട്ടുണ്ട്, നന്നായി മൊരിഞ്ഞുണ്ട്, നല്ല ഗോൾഡൻ കളറൊക്കെ ആയിട്ടുണ്ട്. നമുക്കത് ചട്ടിയിലേക്ക് ഇടാം. ഇതുപോലെ തന്നെ നമുക്ക് എല്ലാ കൊക്കുവടയും ഇതുപോലെ ഉണ്ടാക്കിയിടാം. ഇപ്പോൾ നമ്മുടെ കൊക്കുവടയൊക്കെ അത് എല്ലാതും ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. നമ്മളതൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. പാത്രത്തിൽ അതിങ്ങനെ ചുറ്റി ഇരുന്നത് കൊണ്ട് നമ്മളതെല്ലാം മുഴുവൻ ഇങ്ങനെ പൊട്ടിച്ച് നമ്മുടെ കറിവേപ്പിലേക്ക് ഇട്ടിട്ടുണ്ടല്ലോ, അതൊക്കെ കൂടി നമ്മൾ മിക്സാക്കി നല്ലൊരു അടിപൊളി കൊക്കുവട നമുക്ക് ഇപ്പോൾ ഇവിടെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ പഴക്കമുള്ളതായിരിക്കാം, പിന്നെ കുറേ ഉണ്ടാക്കിയിട്ടുള്ള എണ്ണയായിരിക്കാം. ഇത് നമ്മൾക്കാകുമ്പോൾ നമുക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് ആവശ്യത്തിനുള്ള ഉണ്ടാക്കിയെടുക്കുമ്പോൾ അതൊക്കെ പഴക്കമൊന്നും ഉണ്ടാവില്ല. നല്ല ടേസ്റ്റി ആയ കൊക്കുവട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഞങ്ങളോടെ കുഞ്ഞുങ്ങളൊക്കെ കുറച്ചധികം കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്, കുഞ്ഞുങ്ങളും വലിയവരൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് കടയിൽ നിന്ന് വാങ്ങുമ്പോൾ നമുക്ക് എത്ര വാങ്ങിയാലും നല്ല പൈസയാവും ചെയ്യും. ഇതാകുമ്പോൾ നമുക്ക് ഇഷ്ടത്തിന് നല്ല ടേസ്റ്റിയായ കൊക്കുവട നമുക്ക് വീടുകളിൽ ഉണ്ടാക്കാം. ഒരു ബുദ്ധിമുട്ടില്ല കേട്ടോ. നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കിക്കോളാം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്ര ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു ഇതാണ് കൊക്കുവട. ഞാനൊക്കെ വിചാരിച്ച് കൊക്കുവട ഉണ്ടാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, പക്ഷേ അതിന് തുനിഞ്ഞിറങ്ങിയപ്പോൾ അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടുമില്ല ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഉണ്ടാക്കിക്കോളാം. ഉണ്ടാക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ടുമില്ല. നല്ല എന്താ പറയുക, നല്ല ടേസ്റ്റിയായ കൊക്കുവട ഇവിടെ റെഡി ആയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഞങ്ങളുടെ കൊക്കുവട ഉണ്ടാക്കുന്ന റെസിപ്പിയൊക്കെ കണ്ടില്ലേ, ഉണ്ടാക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ടില്ല. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ബായ്, താങ്ക് യു.